ഞാനൊരു കൊച്ചു കഥ പറയട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇഷ്ടമല്ലെങ്കിലും ഞാനിന്നൊരു കുഞ്ഞി കഥ പറയാം. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് എഞ്ചിനീയർ ആകണമെന്നാണ് ആഗ്രഹം. തമിഴ്നാട്ടിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. പോകാൻ നേരത്ത് അപ്പനും അമ്മയും കൂടി ഒരു മൊബൈൽ ഫോൺ എനിക്ക് മേടിച്ചു തന്നു. 4 വർഷക്കാലത്തെ എൻ്റെ പഠന കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോണും ഞാനും തമ്മിൽ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റായി. നല്ലൊരു ചങ്ക് കൂട്ടുകാരൻ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വെക്കേഷൻ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ അമ്മയും അപ്പനും എന്നോട് ചോദിക്കാറുണ്ട്, മോനെ നിനക്കെന്തോ പറ്റി? നിന്റെ സ്വഭാവത്തിൽ എന്തോ വലിയ വ്യത്യാസം, നിനക്കെന്തെങ്കിലും ദേഷ്യപ്പെടണേ, നീ എന്ത് പറയുമ്പോഴെന്നിങ്ങനെ ചാടിക്കടിക്കണേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനതത്ര ഗൗരവമായിട്ട് കണക്കിലെടുത്തില്ല. മക്കളെ, അപ്പനൊരു കൊച്ചു കാര്യം പറയട്ടെ. സ്നേഹിതരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സ്നേഹിതരെ തിരഞ്ഞെടുക്കണം. ചങ്കും കരളുമൊക്കെ ആയ സ്നേഹിതരെ തിരഞ്ഞെടുത്തോ, പക്ഷെ അത് നമ്മുടെ ചങ്കും കരളും മാന്തി പറിക്കുന്നവരാകരുത്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് കൂടെ നിർത്താൻ സ്നേഹിതന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ കടലോരങ്ങളിൽ വസിക്കുന്ന മുക്കുവരെയാണ് തിരഞ്ഞെടുത്തത്. അവൻ അവരെല്ലാം ചേർത്ത് പിടിച്ചു. ഈ നോമ്പ് കാലഘട്ടത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ കൈവിടാത്ത, അപ്പനും അമ്മയും എന്നെ മറന്നാലും എന്നെ മറക്കാത്ത നല്ലൊരു സുഹൃത്തിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. യേശുവിനെ. അവനെ കൈക്ക് പിടിച്ച് നടന്നാൽ എൻ്റെ പാദം കല്ലിൽ തട്ടാതെ അവൻ താങ്ങിക്കൊള്ളും. ഈ നോമ്പ് കാലഘട്ടത്തിൽ അതിനായിട്ട് നമുക്ക് സ്നേഹത്തോടെ പരിശ്രമിക്കാം. ആമേൻ.